ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ലേഡീസ് അവറിൻ്റെ ഇന്നത്തെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ശരിക്കും നമ്മുടെ ബോഡി എന്തൊരു വർക്ക് ഓഫ് വണ്ടറാണ് ശരിക്കും, എൻഡ് ടു എൻഡ്. അതായത് ഇപ്പം അത് ഒരു ഇലക്ട്രോണിക് സിസ്റ്റമാണ് നമ്മുടെ നെർവസ് സിസ്റ്റം. നമുക്ക് നമ്മുടെ ഫീലിങ്സ് അറിയുന്നത്, ഇത് ചൂട്, ഇത് തണുപ്പ്, ഇത് ഷോക്ക് എന്ന് പറയുന്നത് നമുക്ക് ഓരോരോ ഫീലിങ്സ് തരുന്ന ഒരു സാധനമാണ് നമ്മുടെ നെർവസ് സിസ്റ്റം. എന്നാൽ അത് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാം. നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം, നമ്മുടെ ശരീരത്തിനെമ്പാടും നല്ല ഓക്സിജൻ സർക്കുലേറ്റ് ചെയ്ത്, അതായത് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് സപ്ലൈ ചെയ്ത് തിരിച്ച് ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡ് കൊണ്ടുവന്ന് അതിൻ്റെ ഒരു സർക്കുലേറ്ററി സിസ്റ്റത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം വഹിക്കുന്ന, ഒരു റോൾ വഹിക്കുന്ന ഒരു ചെറിയ ആള്, ഒരു സെൽ എന്ന് പറയാം. പക്ഷേ ഈ സെല്ലിന് ബാക്കിയുള്ള നമ്മുടെ ബ്ലഡിൻ്റെ ബാക്കിയുള്ള കമ്പോണൻസ് പോലെ ഈ സെല്ലിന് ന്യൂക്ലിയസ് ഇല്ല. ന്യൂക്ലിയസ് ഇല്ലാതെ ഒരു ഡിസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സെല്ലാണ്. എന്താണത്? അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അത് മറ്റാരുമല്ല, പ്ലേറ്റ്ലെറ്റ് ആണ്. അതെ. അത് ഈ പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ ഭയങ്കരമായി കേട്ടു തുടങ്ങിയത്. തീർച്ചയായിട്ടും നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ പഠിക്കാറുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ അടുത്ത കാലങ്ങളിൽ ഭയങ്കരമായി കേട്ടു തുടങ്ങിയത് ഇപ്പോൾ ഈ ഡെങ്കിപ്പനിയൊക്കെ വളരെ ഫെമിലിയർ ആയി കഴിഞ്ഞപ്പോഴേക്കാണ്. കാരണം ഡെങ്കിപ്പനിയുടെ ഒരു പ്രധാന നമ്മളെല്ലാവരും പേടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുക എന്നുള്ളതാണ്. ഡെങ്കിപ്പനി ശരിക്കും പറഞ്ഞാൽ ലുക്കീമിയ, ഇതുപോലെ ബോൺ മാരോനെ എഫക്റ്റ് ചെയ്യുന്ന എന്തും പ്ലേറ്റ്ലെറ്റിനെയും എഫക്റ്റ് ചെയ്യും. അപ്പോൾ ശരിക്കും പ്ലേറ്റ്ലെറ്റ് കുറയും തോറും നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ഓർത്താൽ ശരിക്കും പ്ലേറ്റ്ലെറ്റിൻ്റെ ഏറ്റവും വലിയ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡിനെ ക്ലോട്ട് ചെയ്യിക്കുക. എന്തെങ്കിലും ഒരു അവസ്ഥയിൽ ബ്ലഡിന് ഒരു ക്യൂട്ടേനിയസ് ലെവലിലോ അല്ലെങ്കിൽ സബ് ക്യൂട്ടേനിയസ് ലെവൽ അല്ലെങ്കിൽ ഉള്ളിലുള്ള ബ്ലീഡിങ്ങുകൾക്കെല്ലാം അവിടെ കൃത്യമായ ഒരു സ്ഥലത്ത് വന്ന് അവിടെ ഒരു ക്യാപ്പ് ഫോം ചെയ്ത് ബ്ലഡിനെ ഫർദർ ബ്ലീഡിങ് അവോയ്ഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വളരെ ചെറിയൊരു മുറിവാണെങ്കിൽ പോലും സ്ഥിരമായി ഇങ്ങനെ രക്തം വാർന്നു പോകാതെ ശരീരത്തിലെ ഇത്തരത്തിലുള്ള മുറിവുകളിൽ നിന്ന് രക്തത്തെ കട്ടപിടിപ്പിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ജോലി നിർവഹിക്കുന്ന ഒരു ഘടകമാണ്, രക്തത്തിലെ ഒരു ഘടകമാണ് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത്. അതെ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് പ്ലേറ്റ്ലെറ്റുകളെ കുറിച്ച് സംസാരിക്കാം. ആദ്യ സെഗ്മെന്റിന് ശേഷം മടങ്ങി വരാം. നമസ്കാരം, ഞാൻ പ്രീത, കണ്ണൂർ സ്വദേശിയാണ്, ടീച്ചറാണ്. കണ്ണൂർ ചിന്മയ വിദ്യാലയത്തിലെ ഇംഗ്ലീഷ് അധ്യാപികയാണ്. ഞാനൊരു ഡാൻസറും ഒരു പോയറ്റും കുറച്ച് കൊറിയോഗ്രഫിയും ചെയ്യുന്നുണ്ട്. ചെറുപ്പം മുതലേ ഡാൻസ് പഠിക്കുന്നുണ്ട്. ആൻഡ് ഐ റൈറ്റ് പോയംസ് ഇൻ ഇംഗ്ലീഷ്. കൃഷ്ണൻ്റെ പോയംസാണ് ഞാൻ എഴുതാറ്. ഒരു ബുക്ക് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനിയും 3-4 പുസ്തകങ്ങൾ വരാനുണ്ട്. വൺ ഇസ് ഓൺ മഹാഭാരത, where I have written 108 poems about the story on Mahabharata, and also രാമായണത്തിനെ പറ്റിയിട്ടും അതേപോലെ കഥയുടെ രൂപത്തിലാണ് ഞാൻ എഴുതിയത്. കോളേജിലുള്ള സമയത്ത് തന്നെ ഞാൻ ഒരുപാട് ഡാൻസ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും എന്നെ എൻകറേജ് ചെയ്തത് എൻ്റെ അച്ഛനും അമ്മയാണ്. സൗത്തിൽ ഞാൻ ഒരുവിധം മൈസൂർ, കർണാടക, തമിഴ്നാടു ഇവിടെയൊക്കെ ഡാൻസ് പെർഫോം ചെയ്തിട്ടുണ്ട്. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, അതേപോലെ ഞാൻ എല്ലാ ഡാൻസ് ഫോംസും ഞാൻ കൊറിയോഗ്രഫി ചെയ്തിട്ടുമുണ്ട്. ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ. പാട്ട് പാടും കുറച്ചായിട്ട്. ക്ലാസിക്കൽ മ്യൂസിക് ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. ഒരു പോയം എന്നും രാവിലെ ഞാൻ എഴുതാറുണ്ട്. അത് മോസ്റ്റ്ലി ഓൺ കൃഷ്ണ പോയംസ് ആണ്. എന്തുകൊണ്ട് കൃഷ്ണനിലേക്ക് ആകർഷിച്ചു എന്ന് ചോദിച്ചാൽ അതിനെനിക്ക് കാര്യമായിട്ട് പറയാനൊന്നുമില്ല. ബട്ട് ഓൾവേസ് കൃഷ്ണ, ഐ എം എ ആർഡൻറ്റ് ഫാൻ ആൻഡ് ഡിവോട്ടി ഓഫ് ലോർഡ് കൃഷ്ണ. ഇന്നത്തെ കുട്ടികളിൽ മിത്തോളജിക്കൽ സ്റ്റോറീസും മിത്തോളജിക്കലായിട്ടുള്ള അറിവ് വളരെ കുറവാണ് കുട്ടികളിൽ. അപ്പോൾ ഒരുപാട് റീഡിങ് ഹാബിറ്റാണ് ഞങ്ങൾ കുട്ടികളിലേക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത്. വായനാശീലം ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ ഞാൻ ടീച്ചർ എന്ന നിലയിൽ എൻ്റെ സ്റ്റുഡൻസിന് ഞാൻ ഒരുപാട് എൻകറേജ് ചെയ്യുന്നുണ്ട് റീഡിങ്ങിൽ. സ്പെഷ്യലി നമ്മളെ ഇന്ത്യൻ കൾച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ബുക്സ് തന്നെയാണ് ഞാൻ അവർക്ക് റെഫർ ചെയ്യാറ്. ടൈം പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മൈ ലൈഫ്.
earlier, I used to tell that I have no time for this, I have no time for this, for that. സമയം എല്ലാത്തിനും ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ. ഇന്നിപ്പോൾ ഞാൻ കവിത എഴുതുന്നത് തന്നെ രാവിലെ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തും. അത് കഴിഞ്ഞാൽ സ്കൂളിൽ പോകണം. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ സ്കൂളിലെ തിരക്കും. Then I have to rush with my teaching and my all sort of things in school. അത് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള വീണ ക്ലാസ് പോകണം. വൈകുന്നേരം ആയാൽ അതിന് പോകണം. പിന്നെ കൊറിയോഗ്രാഫിക്ക് സമയം കണ്ടെത്താറുണ്ട് സാറ്റർഡേ സൺഡേ. അതേപോലെ സ്റ്റുഡൻസിനെ ഞാൻ സ്കൂളിൽ നിന്നും പഠിപ്പിക്കാറുണ്ട്. അതേപോലെ എന്ത് whoever comes and asks for help, I'm always ready to help them, whether it is in dance or music or writing, etc. സമയം ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് ആദ്യം മുന്നേയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും സമയമില്ല, അത് ചെയ്യാൻ ഇത് ചെയ്യാനൊക്കെ സമയമില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ എല്ലാം മാനേജ് ചെയ്യാറുണ്ട്, മടിയില്ലാതെ ഹെൽത്തും നോക്കാറുണ്ട്. അതുപോലെ അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് എൻ്റെ ഫാമിലി ഫുൾ സപ്പോർട്ട് തരുന്നുണ്ട്. റൈറ്റിംഗ് പോയംസ്, that is something which gives me a lot of satisfaction, because I can convey my feelings through my poems. And ഈ രാമായണം എഴുതുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നിയത് അതിൻ്റെ റിസർച്ച് വർക്കായിരുന്നു. Because I have to do a lot of research before writing the poems on Ramayana, because it's a long story, it's an epic where I have to keep on reading, finding out the facts about the real Ramayana. അപ്പം അത് പല രാമായണങ്ങൾ പല ബുക്സും ഞാൻ വായിച്ചു. അതിലുള്ള മെയിൻ ജിസ്റ്റ്, അതായത് കോമൺ ഫാക്ടേഴ്സ് എടുത്തിട്ടാണ് ഇതിൻ്റെ പോയിംസ് എഴുതിയത്. പിന്നെ എൻ്റെ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചത് ഡൽഹിയിലുള്ള ഗ്ലോബൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ, അതിലുള്ള Colonel Ashokini. He is the one who had encouraged me to write the poems on Ramayana and Mahabharata, because Ramayana poems in India illa എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഡൽഹിയിലുള്ള ഫെയ്ത്ത് ഫൗണ്ടേഷൻ, ഇറ്റ്സ് എ സ്പിരിച്വൽ ഓർഗനൈസേഷൻ. സോ അവർ പറഞ്ഞിട്ടാണ്, അവരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ രാമായണ പോയംസും മഹാഭാരത പോയംസും ഞാൻ എഴുതിയിരിക്കുന്നത്. സോ full credit, I would say, to the spiritual organization where I am working with. The spiritual organization, Faith Foundation, which is the headquarters in Delhi, where it is created under Dr. APJ Abdul Kalam. അവരാണ് അതിൻ്റെ ഓർഗനൈസേഷൻ തുടങ്ങാനുള്ള മെയിൻ, he is the one who has really encouraged the person who had started this organization. അപ്പോൾ അതിൻ്റെ that is worldwide, it's a global organization. അപ്പം അവരാണ് മെയിനായിട്ട് പല ഫാക്ട്സും പല ഇതും എനിക്ക് വേണ്ടുന്ന ഹെൽപ്പൊക്കെ ചെയ്തിരിക്കുന്നത്, ഇത് എഴുതാൻ വേണ്ടിയിട്ടുള്ളത് ചെയ്തിരിക്കുന്നത്. രാമായണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എഴുതിയത് 108 കവിതകളാണ്. ഇറ്റ്സ് ആക്ച്വലി ദ സ്റ്റോറി രാമായണ, where each poem is related to the epic Ramayana. ഓരോ കാൻറ്റോ, ദാറ്റ് ഈസ് കാണ്ഡം, അയോധ്യ കാണ്ഡം, കിഷ്കിന്ധ കാണ്ഡം, സുന്ദരകാണ്ഡം, അങ്ങനെ ഡിഫറെൻറ്റ് കാൻറ്റോസിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. സോ എവ്രി പോയം ഇസ് റിലേറ്റഡ് ആൻഡ് ഇറ്റ് ഈസ് ഇൻ എ സീക്വൻസ് ഓഫ് എ സ്റ്റോറി. ആക്ച്വലി കൃഷ്ണ, അതായത് രാമായണത്തിലെ രാമൻ്റെ ജനനം മുതൽ ഇൻട്രൊഡക്ഷൻ വാൽമീകിൻ്റെ ലൈൻസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം രാമൻ്റെ ജനനം, അതുപോലെ ഓരോ ഭാഗങ്ങളായിട്ട് അത് രാവണ യുദ്ധം, അത് കഴിഞ്ഞ് ഓരോ സീക്വൻസ് പോലെ കഥയിൽ എങ്ങനെയാണുള്ളത് ആ കഥ ഞാൻ നേരെ പോയമിലേക്ക് അത് കൺവേർട്ട് ചെയ്തു. സോ ഇൻ മൈ ലാംഗ്വേജ് I try my best to convey it as a story form, but in lyrical poems. And each poem, I think, and
other poems what I have written is it's Shaguntalam where and also Mirabai. ഇത് രണ്ടും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ശാകുന്തളം അതുപോലെ കഥകൾ തന്നെയാണ്, എല്ലാം കഥകൾ തന്നെ, അത് ഞാൻ പോയം രൂപത്തിലാക്കിയതാണ്. അതേപോലെ പോയംസ് ഓൺ മീരാബായ്, ദാറ്റ് ഓൾസോ മീരാബായിയുടെ കംപ്ലീറ്റ് ലൈഫ് ഹിസ്റ്ററി പഠിച്ച് അതിലുള്ള I worked on that book and I started to make it into poems. That also poems on Mirabai. And there are all no, I don't prefer writing contemporary poems, but I write all the mythological poems and also some love poems and also poems on life too. Where and whatever poems I have written, those are only positive poems because there are a lot of negativities happening all around the world. അപ്പോൾ കൂടുതലായിട്ട് എഴുതിയത് പോസിറ്റീവ് പോയിംസ് മാത്രമാണ് because I just love to see the positive side of life. And maybe that's the reason I concentrated on mostly on the mythological aspects of life. My family plays an important role in my life because without them I am nil. I really wish my father was there because it was my father who had really encouraged me into dance, and he is also himself a lyricist. He has I used to hear that he used to write songs, lyrics for the songs. Maybe a tinge of everything I got it from my father is all, and my mother is a singer too, and my whole family supports me immensely. ഫാമിലി ഇല്ലാതെ ഞാൻ ഒന്നും, ബിക്കോസ് ഞാൻ അവരെ കാര്യങ്ങൾ ഞാൻ ഈ രാവിലെയാണ് എൻ്റെ പോയിംസ് രാവിലെ എഴുതുക, രാവിലെ 3:30-4 മണി അതാണ് എൻ്റെ സമയം. അപ്പോൾ അത് 4 മണി 5 മണി 6 മണി വരെ ഞാൻ എൻ്റെ എഴുത്തും വായനയിലേക്ക് കടന്നു കഴിഞ്ഞാൽ 6 മണിക്ക് ശേഷം പിന്നെ ഞാൻ എൻ്റെ എല്ലാ വർക്കും തുടങ്ങും. അതായത് for the whole family I have to do all the work, then I have to go to school, so everything happens, that is 4 to 6 early morning, starting from 4 to 6. That's the time where I spend most of the time for reading and writing. So ഒരുപാട് വായിക്കുന്നതൊക്കെ ഇതുപോലെയുള്ള സ്പിരിച്വൽ ബുക്സ് ആൻഡ് mythological stories ആണ്. And I really want the present generation to have what they have, to have a lot of knowledge on these books, because വായന വളരെ കുറവാണ് ഞങ്ങളുടെ ഈ ഇന്നത്തെ, കാരണം മൊബൈൽ ഫോണും ടി വിയും ഇതൊക്കെയാണ്. കാരണം ഞാനൊരു ടീച്ചർ ആയതുകൊണ്ട് എനിക്കറിയാം സ്റ്റുഡൻസ്, it's so accessible to them because they find time only on mobile phones, on tab, on TV, everything. So they hardly get it. It's not that they don't get time, it's just because they don't find time to read. പിന്നെ അതിനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് വരണമെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള ടീച്ചർ ആവുന്നതും ശ്രമിക്കുന്നുണ്ട്. വി ആർ ട്രൈ ടു എൻകറേജ് ദം, ട്രൈ ടു ലീഡ് ദം ടു റീഡിങ്, ബട്ട് റീഡിങ് ഇല്ലാതെ ഒന്നും ഉണ്ടാവില്ല. നോർമലി ഐ ഡോണ്ട് think of the future because I live in present and past is gone. So future is something which comes every breath. So future plans, if I would be frankly saying that I love to write poems a lot for the future generation, so that എൻ്റെ പോയമിൽ കൊണ്ട് എന്തെങ്കിലും അവർക്ക് എൻകറേജ്മെൻ്റ് ഉണ്ടെങ്കിൽ they can really do wonders in life. My message for the future generation or for my students, let me say that time floats so quickly, so never waste time. You can utilize every moment of life in a useful manner. വെറുതെ ടി വിയും മൊബൈലും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിനേക്കാളും നല്ലത്, യൂസ് ചെയ്തിരിക്കുന്നതിനേക്കാളും നല്ലത്, you can try new things, you can explore new things, you can step into the nature, you can find new things, you can see beautiful things around, you can write on those things.
And in everything, you can have a lot of opportunity. അത് ഞങ്ങൾ കണ്ടെത്തണം. കാരണം എല്ലാത്തിനും ഞങ്ങൾക്ക് വേണ്ടുന്നത് ഞങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ആത്മാർത്ഥതയാണ്, ഉള്ളിലുള്ള ആ വിൽ പവറാണ്. ഐ തിങ്ക് you can achieve it if you have a lot of enthusiasm within you. And with that enthusiasm, you can really do wonders. Just aim for the stars, you can achieve those. But have the passion for life, and everything is possible and not impossible.